ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ അവനേറെ ഇഷ്ടമുള്ള ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം ഏവരും. മരണത്തിനപ്പുറം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വിജയിക്കുക എന്നുള്ളത് അതിനാവശ്യമായിട്ടുള്ള ഒന്നാണ്. നന്മകൾ മരണത്തോടു കൂടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ 3 കാര്യങ്ങൾ അവരെ പിന്തുടരും. എന്നാൽ ഖബർ വരെ പിന്തുടരുകയും ഒന്നു മാത്രം ബാക്കിയാവുകയും ചെയ്യും. വയബ്ഖാ വാഹിദുൻ, അത് അമലാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. ഖുർആനും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. ആരുടെ തുലാസുകൾക്കാണോ കനം തൂങ്ങുന്നത് അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. എന്നാലോ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. എന്നാൽ ആരുടെ തുലാസുകൾക്കാണോ കനം കുറവാകുന്നത് അവർ ഹാവിയയിലായിരിക്കുമെന്ന്, അതായത് നരകത്തിലായിരിക്കും, ചൂടേറിയ നരകാഗ്നിയിലായിരിക്കുമെന്ന്. നന്മകളോടുള്ള സമീപനവും മനുഷ്യന് വ്യത്യസ്ത. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിൽ നന്മകളിൽ മുന്നേറുക എന്ന് വിളിച്ചു പറയപ്പെടുമ്പോൾ ആ നന്മകളിൽ മുന്നേറുന്നവരായിട്ടുള്ള ചിലരുണ്ട്. അതായത് പരലോകത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ചിലരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്തിലൂടെ, വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ബിത്തിഗാഅ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വേറെ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിൻ്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവർ വിൽക്കുന്നവരാണ് എന്ന്. അപ്പോൾ സ്വന്തം ജീവിതം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നവരാണ് അവർ എന്ന്. അവരാഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രമാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഗ്രാമീണനായിട്ടുള്ള അറാബി പ്രവാചകൻ്റെ കൂടെ ഹിജ്റ പോവുകയും അങ്ങനെ അവിടെ ചെന്നെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധത്തിലും പങ്കെടുക്കുന്നുണ്ട്. യുദ്ധത്തിൽ പങ്കെടുത്ത സാഹചര്യത്തിൽ ശേഷം അനീമത്ത് സ്വത്തൊക്കെ ഓഹരി വെക്കുന്ന ഒരു ഭാഗം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അദ്ദേഹം അതിലില്ല. സ്വഹാബാക്കളെ ഏൽപ്പിച്ചു. അങ്ങനെ സ്വഹാബാക്കൾ അദ്ദേഹം തിരികെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ആ സ്വത്തുമായിട്ട്, ആ ഓഹരിയുമായിട്ട് പ്രവാചകൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ മുഹമ്മദ് മഹാദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, ഇതെന്താണ്? അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഓഹരിയാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആ അറാബിയായിട്ടുള്ള ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കൂടെ കൂടിയിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടല്ല, നിങ്ങളെ കൂടെ ഞാൻ കൂടിയ ഇതിന് വേണ്ടിയിട്ടല്ല. എനിക്കിതാ എൻ്റെ ഇവിടെ കഴുത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് പറയാണ്, അമ്പ് തറച്ചുകൊണ്ട് മരണം വരിച്ച് ഷഹീദാവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകരെ ഞാൻ നിങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തെന്ന് പറയുന്നുണ്ട്. അടുത്തൊരു യുദ്ധത്തിൽ സമാനമായ രൂപത്തിൽ അദ്ദേഹത്തെ മരണപ്പെട്ടതായിട്ട് കാണുകയാണ്. അന്ന് പറഞ്ഞ ആളാണോ ഇത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. സ്വഹാബാക്കൾ പറഞ്ഞു, പ്രവാചകരെ അയാൾ തന്നെയാണ്. അദ്ദേഹം ആ പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പറഞ്ഞത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു നിന്നെയും സത്യപ്പെടുത്തുമെന്ന്. ആ ഒരു രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയാണ്, സദഖല്ലാഹു ഫസദ്ദഖഹു. അവർ അള്ളാഹുവിനെ സത്യപ്പെടുത്തി, അള്ളാഹു അദ്ദേഹത്തെയും എന്തെയും സത്യപ്പെടുത്തി എന്ന്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബയിൽ അദ്ദേഹത്തെ കഫൻ ചെയ്തുകൊണ്ട് മറമാടുന്ന രംഗമാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. ഒരു വിഭാഗം ആളുകൾ അത്തരക്കാരാ, നന്മയിൽ മുന്നേറുന്നവരായിട്ടുള്ള ആളുകൾ. രണ്ടാമത്തൊരു വിഭാഗം ആളുകളുണ്ട്, അവർ നന്മകളാണെന്ന് കരുതിക്കൊണ്ട് പലതും ചെയ്തു കൂട്ടും. നമസ്കാരത്തിന് ശേഷം അടുത്തൊരു ദിവസത്തേക്കുള്ള നവൈത്തു, ആ ഏറ്റുചൊല്ലിക്കോളി നവൈത്തു എന്ന രൂപത്തിൽ പഠിപ്പിക്കുന്ന ചില ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് നന്മകളെന്ന് കരുതിക്കൊണ്ട് ബിദ്അത്തുകൾ ചെയ്തു കൂട്ടുന്നവരായിട്ടുള്ള ആളുകൾ. അല്ലെ, റമദാനിൻ്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ പോലും ബദറിൻ്റെ ശുഹദാക്കൾ അങ്ങേയറ്റം പ്രയാസപ്പെട്ട രംഗങ്ങളിൽ പോലും ഒരു 17-ൻ്റെ അന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു ആണ്ടും പ്രവർത്തനങ്ങളുമായി ചെയ്യുന്നവർ ലക്ഷ്യം വെക്കുന്നതും നന്മകളാണ്. പക്ഷേ
നാളെ പരലോകത്ത് ഒരു നിലക്കും അത് ഉപകരിക്കുന്നില്ലെന്ന് മാത്രമല്ല വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. മൂന്നാമത്തെ വിഭാഗം ആളുകളുണ്ട്, അവർ നന്മകൾ ചെയ്യും. എന്നാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിൽ തിന്മകളും ചെയ്യും. പരസ്യമായ നന്മകൾ ചെയ്യുന്ന ആളുകൾ രഹസ്യമായ സാഹചര്യങ്ങളിൽ തിന്മകളും ചെയ്യുന്ന ആളുകളായിട്ടുള്ള അത്തരക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമ ബിദാ. നാളെ തിഹാമ പർവ്വതത്തോളം അമലുകളുമായിട്ട് കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, ആരാണ് പ്രവാചകരെ അവർ? കാരണം അതിന് ശേഷം തുടർന്ന് വരുന്ന പ്രവാചകൻ പറഞ്ഞത്, ആ ആളുകളെക്കുറിച്ച് പറഞ്ഞത് അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിതറപ്പെട്ട ധൂളികളെപ്പോലെ ആക്കി തീർക്കുന്ന. അപ്പോഴാ സ്വഹാബാക്കൾ ചോദിച്ച്, ആരാണ് പ്രവാചകരെ അവർ? നമ്മളില്ല ആളുകൾ തന്നെയാണ് എന്നാണല്ലോ പറഞ്ഞത്. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ അതേ ജിൽദിലുള്ള, നിങ്ങളുടെ അതേ രൂപത്തിൽ, നിങ്ങൾ അതേ ഇതിലുള്ള ആളുകൾ തന്നെയാണ്. മിനല്ലൈലി കമാ തഅഖുദൂൻ, നിങ്ങൾ രാത്രിയിൽ കഴിച്ചു കൂട്ടുന്നത് പോലെ ഇബാദത്തുകളുമായിട്ട് കഴിച്ചു കൂട്ടുന്നവരാണ്. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, എന്നാലോ അവർ ഒറ്റക്കാകുന്ന സാഹചര്യങ്ങളിൽ, അവർ ഒറ്റക്കാകുന്ന കാര്യങ്ങളിൽ, നിഷിദ്ധമായ കാര്യങ്ങളിൽ അവർ ചെയ്യുന്നവരാണ്. തനിച്ചാകുമ്പോൾ അവർ നിഷിദ്ധങ്ങൾ ചെയ്യും. അത്തരക്കാരായിട്ടുള്ള ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓർക്കേണ്ടുന്ന ഒന്നാണ്, ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. തിന്മകൾ ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടാകുമ്പോൾ, നന്മകൾ പല ആളുകൾക്കിടയിലും പല കൂട്ടങ്ങൾക്കിടയിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി തനിച്ചാകുന്ന സാഹചര്യത്തിൽ തിന്മകളിൽ മുഴുകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നാളെ ഹബാഅം മൻസൂറ, ചിതറപ്പെട്ട ധൂളികളെപ്പോലെ ആ അമലുകൾ പാറ്റിപ്പറത്തുന്നൊരു രംഗം കടന്നു വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, നന്മകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള തൗഫീക്ക് ലഭിക്കാത്ത ആൾക്കാർ. ഏതൊരു അമലുകൾ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീക്ക് അനിവാര്യമാണ്. പ്രവാചകന്മാർ പോലും പഠിപ്പിക്കുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് ഇതൊക്കെയും തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പം അള്ളാഹിൻ്റെ തൗഫീഖ് അമലുകൾ ചെയ്യാൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടോ റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. ഇമാം ഷാഫി റഹ്മഹുല്ല, ഇമാം മാലിക് റഹ്മത്തുള്ള ഷാഫി റഹ്മത്തുള്ളയോട് പറയുന്നൊരു രംഗം തന്നെ ഉണ്ട്. നിൻ്റെ ഹൃദയത്തിൽ ഒരു 100 ഞാൻ കാണുന്നുണ്ട്, പക്ഷെ മഅസിയത്തുകളെ കൊണ്ട് അത് കെടുത്തിക്കളയരുതേ എന്ന് പറയുന്ന ഒരു രംഗം. മറ്റൊരു രംഗം കാണാൻ സാധിക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ള തന്നെ തൻ്റെ ഗുരുവായിട്ടുള്ള വക്കീലിനോട് പോയി പറയുന്ന രംഗമുണ്ട്. എൻ്റെ ഹിഫുദിന് ചില പ്രയാസങ്ങൾ സംഭവിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ വക്കീൽ ഓർമ്മപ്പെടുത്തുന്നതും തിന്മകൾ മഅസിയത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അനുസരണക്കേടുകൾ അതിന് കാരണമാകുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അവിടെ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലൂടെയും പറയുന്നത് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ച നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ കറ പുരണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ വിഭാഗം ആളുകളുണ്ട്, തിന്മകളാൽ വലയം ചെയ്ത ആളുകൾ, ഒരു രൂപത്തിലും നന്മ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ആളുകൾ, നരകക്കാരായിട്ടുള്ള ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നന്മകളിൽ മുന്നേറുന്ന ഈ റമദാനിൽ നന്മകൾ ഒരുപാട് ചെയ്ത് ആ നന്മകൾ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യപ്രദമാകുന്ന രൂപത്തിലുള്ള അമലുകൾ ചെയ്ത് മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ പഠിപ്പിച്ച പോലെ ഓരോ പ്രഭാതത്തിലും സുബഹിക്ക് ശേഷം പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ആ സ്വീകാര്യപ്രദമായ അറിവിന് വേണ്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിനെ ഉപയോഗപ്പെടുത്താനും നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗപൂങ്കാവനത്തിലേക്ക് പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.